ഇക്കഴിഞ്ഞ ജനുവരി 14 ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയായ ഹോപ്പ് പുറത്തു വന്നത്. ഇതാദ്യമായാണ് പദവിയിലിരിക്കുന്ന ഒരു മാർപ്പാപ്പ തൻ്റെ ജീവിതാനുഭവങ്ങൾ വിവരിച്ച് ഒരു ആത്മകഥ എഴുതുന്നത്. കൗതുകകരമായ പല സംഭവങ്ങളും ഈ ആത്മകഥയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്തു പറയുന്നുണ്ട്. ഈ വാർത്തയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇപ്പോൾ ബിനോയ് വിശ്വം ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുസ്മരിക്കുന്നു. അതിലേക്ക് വ്യത്യസ്തനായൊരു സഭാ തലവനായിരുന്നു. ആഗോളവൽക്കരണ കാലത്തിൻ്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ വെല്ലുവിളികളോട് അദ്ദേഹം പ്രതികരിച്ച രീതി പോപ്പ് ഫ്രാൻസിസ് തന്നെ വ്യത്യസ്തനാക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ വഴി പാവങ്ങളുടെ പക്ഷത്ത് അവരോട് കൈകോർത്ത് പിടിക്കലാണെന്ന് കരുതിയ മാർപ്പാപ്പയാണ് പോപ്പ് ഫ്രാൻസിസ്. അദ്ദേഹം പറഞ്ഞത് ഇന്നത്തെ ലോകത്ത് മൂലധനവാഴ്ചയുടെ കെടുതികളെ പറ്റിയായിരുന്നു. ഇന്നോളം ഒരു മാർപ്പാപ്പയും പറയാത്ത വ്യക്തതയോടുകൂടി അദ്ദേഹം പറഞ്ഞു, മൂലധനം എല്ലാവരോടും വിശ്വാസവഞ്ചന കാണിക്കുന്നു. ദുർബലരെയെല്ലാം അതിൻ്റെ ലാഭാർത്ഥി ചവിട്ടിത്തേക്കുന്നു. ഇതൊക്കെ എണ്ണി പറഞ്ഞു. യുവാക്കളോടും വൃദ്ധന്മാരോടും മൂലധനം വിശ്വാസവഞ്ചന കാണിച്ചു. പ്രകൃതിയോടും സ്ത്രീയോടും അത് അങ്ങേയറ്റത്തെ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ ഒരു മാർപ്പാപ്പയെ സ്വാഭാവികമായും ലോകത്തിലെ വലതുപക്ഷം ഭയപ്പെടും. ആ വലതുപക്ഷത്തിൻ്റെ നാവായി ലോകത്തറിയപ്പെടുന്ന അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തീവ്ര വലതുപക്ഷ ഭാഗത്തിൻ്റെ നാവായ ഫോക്സ് TV അന്നൊരിക്കൽ പറഞ്ഞു, വത്തിക്കാനിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പിടിമുറുക്കിയിരിക്കുന്നുവെന്ന്. അത് കേട്ട് അക്ഷോഭ്യനായി അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. മാർപ്പാപ്പ പറഞ്ഞു, ഐ ആം നോട്ട് എ കമ്മ്യൂണിസ്റ്റ്, ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല. എന്നാൽ അവർ കമ്മ്യൂണിസ്റ്റുകാർ സത്യം പറഞ്ഞാൽ ഞാൻ പറയും അത് സത്യമാണെന്ന്. ഇങ്ങനെ പറഞ്ഞ ഈ മാർപ്പാപ്പയെ സ്വാഭാവികമായും ലോകത്തെ നീതിബോധമുള്ള എല്ലാ മനുഷ്യരും സ്നേഹിക്കും. ആ സ്നേഹം ഈ മാർപ്പാപ്പയോട് കമ്മ്യൂണിസ്റ്റുകാർക്കുമുണ്ട്. ഗാസയിൽ ഇസ്രായേൽ സിയോണിസം നിഷ്കളങ്കരായ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കിയപ്പോൾ ഈ മാർപ്പാപ്പ മൗനം പാലിച്ചില്ല. യുദ്ധത്തിൻ്റെ വിനാശകാരികളായ ശക്തികൾ ലോകത്തെ ഭയപ്പെടുത്തുമ്പോൾ യുദ്ധം തെറ്റാണെന്ന് പറയുവാൻ ആർജവം കാണിച്ചു ഈ മാർപ്പാപ്പ. തൻ്റെ ഒടുവിലത്തെ സന്ദേശത്തിൽ, ക്രിസ്മസ് സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു, ലോകത്തുള്ള എല്ലാ പാവങ്ങളെ ചൊല്ലിയും രാജ്യങ്ങൾ തോറുമുള്ള രാഷ്ട്രീയക്കാർ വ്യഥ കൊള്ളുന്ന ഒരു കാലം വരട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഞാൻ ഈസ്റ്ററിന് അദ്ദേഹം പറയുകയുണ്ടായി, എല്ലാ പാവങ്ങളെയും ഉൾക്കൊള്ളുന്ന സാമ്പത്തിക നീതിയെപ്പറ്റി കൂടി സഭയും വിശ്വാസവും പഠിക്കുവാൻ കാലമായി എന്ന് പറഞ്ഞു. ഇതെല്ലാം വ്യക്തമാക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യത്യസ്തനായ ഒരു സഭാ തലവനായിരുന്നുവെന്നാണ്. അതുകൊണ്ടാണ് ലോകത്തെവിടെയുമുള്ള നീതിബോധമുള്ള മനുഷ്യർ ആ നിര്യാണത്തിൽ വേദനിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ വലിയ മനുഷ്യസ്നേഹിയുടെ, ക്രിസ്തുവിൻ്റെ പാത പിൻപറ്റിയ വിപ്ലവകാരിയായ വിശ്വാസിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ അതുകൊണ്ടാണ് ചെങ്കൊടി താഴ്ത്തിപ്പിടിക്കൽ മടിക്കാത്തത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അദ്ദേഹത്തെ അനുസ്മരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അപ്പോൾ അതായത് രാഷ്ട്രീയം, ഇപ്പോൾ നമ്മൾ നോക്കിയാൽ രാഷ്ട്രീയ ഭിന്നതകളില്ലാതെ എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു. ആ സ്നേഹത്തെക്കുറിച്ച് പറയുന്നു, ആ സ്നേഹ സാമീപ്യത്തെക്കുറിച്ച് പറയുന്നു.